ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ 3 ദിവസത്തെ സ്റ്റേക്ക് ശേഷം നമ്മളിന്ന് തിരിച്ച് ന്യൂജേഴ്സിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കണത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നണില്ല കേട്ടോ. കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നേ ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, കാഴ്ചകളാണെങ്കിൽ പോലും എല്ലാം വ്യത്യസ്തമുണ്ടാകും ന്യൂജേഴ്സിയിൽ നിന്നും. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടില്ലേ, ഫുള്ള് പനകളൊക്കെ. പിന്നെ മാത്രമല്ല ഇവിടുത്തെ റോഡാണെങ്കിലും റോഡിലെ നിയമങ്ങളും എല്ലാം വ്യത്യസ്തമാണ് ന്യൂജേഴ്സിയിൽ നിന്നും. നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ പോലെ അത്യാവശ്യം ചൂടും പിന്നെ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ ഇത്തിരി ഒരു മടി ഉണ്ടായിരുന്നു. പിന്നെ എങ്കിൽ പോലും പോകാതെ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഒരുപാട് സ്റ്റേറ്റുകളൊക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലോറിഡയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കുഴിമന്തിയൊക്കെ കഴിച്ചില്ലേ, ഒരു യമൻ റെസ്റ്റോറൻറ്റിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ പാർസൽ വാങ്ങിയായിരുന്നു ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി, കുഴിമന്തിയും ബിരിയാണിയൊക്കെ. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതേ ഒരു റെസ്റ്റ് ഏരിയ കണ്ട് നമ്മളങ്ങനെ അവിടെ വണ്ടി നിർത്തിയൊക്കെയാണ് ഫുഡ് കഴിക്കാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഹൈവേ ആയതുകൊണ്ട് റെസ്റ്റോറൻ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അതിനു വേണ്ടി സമയം കളയണ്ടല്ലോ, അതുകൊണ്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് പാർസൽ വാങ്ങിയത്. മാത്രമല്ല നല്ല അടിപൊളി ഫുഡായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, നല്ല രസമുണ്ടായിരുന്നു ആ ഫുഡും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും കൂടി വാങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫുഡ് പാർസൽ വാങ്ങിയത്. അപ്പോൾ നമ്മൾ അടിപൊളി റെസ്റ്റ് ഏരിയ ആയിരുന്നു കേട്ടോ. അതായത് കുറച്ച് നീങ്ങിയിട്ട് ഇങ്ങനെ വിജനമായ ഒരു ഏരിയയിലുള്ള ഒരു മേശയിലാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി, പിന്നെ അതുപോലെ കുഴിമന്തി, പിന്നെ ഇത് വേറൊരു ചിക്കൻ്റെ ഡിഷാണ്. അങ്ങനെ ഈ 3 ഐറ്റം ഉണ്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളതേ വീണ്ടും യാത്ര തുടങ്ങിയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ അധികം കാഴ്ചയൊന്നും നിങ്ങളെ കാണിക്കാനില്ല കേട്ടോ. ഈ ഹൈവേ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില സിറ്റികളൊക്കെ കാണുമെങ്കിൽ പോലും അധികമൊന്നുമില്ല. ഈ ഫ്ലോറിഡ കടക്കണ വരെ നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫ്ലോറിഡ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ തീർന്ന് ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ മാത്രമല്ല ഫുള്ള് തണുപ്പായതുകൊണ്ട് തന്നെ മിക്ക സ്റ്റേറ്റിലും ഇങ്ങനെ ഇലകളൊന്നും ഇല്ല, എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞ് നിൽക്കണായിരുന്നു. ഫ്ലോറിഡയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കണത്. ആ ഒരു പനയൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ നാട്ടിലല്ലേ ഈ പനയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നേക്കണത്. അത്യാവശ്യം ഒരു തിരക്കുള്ള ഭാഗമാണ്. നമ്മൾ ഹൈവേയിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് വന്നിട്ടാണല്ലോ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 7:15 ആയിട്ടുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ റെസ്റ്റോറൻറ്റാണ്, അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്ന് സീറ്റൊക്കെ കിട്ടാനായിട്ട്. അങ്ങനെ സീറ്റൊക്കെ കിട്ടി. ഫസ്റ്റ് തന്നെ നമ്മൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്ലോറിഡ കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ ചിക്കൻ 65 നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡുകൾ എന്ന് പറയാനായിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെങ്കിലും എനിക്ക് അത്ര അങ്ങോട്ട് തൃപ്തിയായില്ല കേട്ടോ. ടേസ്റ്റൊക്കെ ഒരു വ്യത്യാസമൊക്കെ ആയിരുന്നു. പിന്നെ എന്താ ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മളിതേ പൊറോട്ടയും ബട്ടർ ചിക്കനുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സമൂസ ചാട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊന്നും ഒട്ടും ടേസ്റ്റേ ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന ലുക്കേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റൊന്നും ഇതിൻ്റെ അടുത്തുകൂടി പോലും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ ചെയ്യുക, ഉള്ളതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്തൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ന്യൂജേഴ്സി അടക്കുന്തോറും ഇങ്ങനെ തണുപ്പായി വരുമല്ലോ. അങ്ങനെ അതിന് ശേഷം നമ്മളിതേ ഇപ്പോൾ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കൊളംബിയ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലാണ് കേട്ടോ. ഇന്ന് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തേക്കണത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പതുക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒരുപാട് ലേറ്റായിട്ട് അപ്പോൾ ഇവിടെ എത്താനായിട്ട് ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, സിറ്റിയിൽ നിന്നും കുറേ ഉള്ളിലേക്കായിട്ട് ഒരു സൈലൻ്റ് ഏരിയയിലായിട്ടാണ് ഈ ഒരു ഹോട്ടലുള്ളത്. ഒരു വലിയ കോമ്പൗണ്ടിൻ്റെ അകത്തായിട്ടുള്ള ഒരു ഹോട്ടൽ. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടേക്കണം, വലിയ കോമ്പൗണ്ടിൻ്റെ അകത്തൊരു ഹോട്ടൽ. ഇവിടെയൊക്കെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനെയൊക്കെ ഒരു ഉള്ളിലായിട്ടൊക്കെ ഇങ്ങനെ ഹോട്ടൽ കാണുന്ന. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പാർക്കിങ്ങിന് അങ്ങനെ പ്രത്യേക ഫീയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. മറ്റേ ഓർലാൻഡോയിലായിരുന്നു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. അത്യാവശ്യം നല്ല വലിയ ഹോട്ടലാണ് കേട്ടോ.
അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് കയറാം. ഈ നേരം ആയതുകൊണ്ട് തന്നെ അങ്ങനെ അകത്തൊന്നും ആളെയും കണ്ടില്ല കേട്ടോ. റിസപ്ഷനിൽ മാത്രം ഒരാൾ ഇരിപ്പുണ്ടായി. കുറേ നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ എല്ലാം റൂമൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായി. എങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പേപ്പർ കാര്യങ്ങളൊക്കെ. അതൊക്കെ അതിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്ന്, പിന്നെ തണുപ്പും എല്ലാം കൂടി ആ ഒരു അസ്വസ്ഥതയായിരുന്നു. അങ്ങനെ നമ്മുടെ റൂം മേളിലായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ റൂമിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റൂം നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തന്നെ ഒരു ലിവിങ് റൂമാണ്. അത്യാവശ്യം നല്ല വലിയ റൂമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ടായിരുന്നേ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ ഇങ്ങനെ കണ്ടില്ലേ ഒരു ഓപ്പൺ കിച്ചണൊക്കെ. ഇതാണ് ബെഡ്റൂം. അത്യാവശ്യം വലിയ ബെഡ്റൂമും ബെഡും ഒക്കെ തന്നെയായിരുന്നു. നല്ല സൗകര്യമുള്ള ഒരു റൂം തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു റൂം. കട്ടിലാണെങ്കിൽ നല്ല വലിപ്പമുണ്ട്. നല്ല സൈസിലുള്ള 2 ബെഡുകളൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ കയറി വരുമ്പോൾ ലിവിങ് റൂമും ഒക്കെ കൊണ്ടും നല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് തന്നെ ചെറിയൊരു വാഷിംഗ് ഏരിയ ഉണ്ടായിരുന്നു. രണ്ടിൽ ഒരു വാഷ് ബേസിൻ. ഇത് ബെഡ്റൂമിൽ നിന്നാണ് കേട്ടോ വന്നത്. അവിടെ തന്നെയാണ് ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. വാഷ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നേ. ഇനി ഞാൻ കിച്ചൺ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കിച്ചണിൽ ഫ്രിഡ്ജ്, ഓവൻ, പിന്നെ അതേ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് വേണമെങ്കിലൊക്കെ ഒന്ന് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ മൊത്തം കബോർഡിൽ ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളും അതും ഇതൊക്കെ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനും ടിഷ്യൂ, പിന്നെ ചായ, കോഫി പൗഡർ അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതേ ഇത് കണ്ടില്ലേ, ഇത് കോഫി ഉണ്ടാക്കുന്ന മേക്കറാണ് കേട്ടോ. പിന്നെ ഡിഷ് വാഷർ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാനൊക്കെ. ഇത് കണ്ടില്ലേ, ഇത് സ്പൂണ്, കത്തികൾ, അപ്പോൾ എല്ലാം നമുക്ക് വേണമെങ്കിൽ പാചകം ചെയ്യാനുള്ള പാത്രവും എല്ലാം ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഡൈനിങ് ഏരിയയും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റൂമിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാഴ്ചകളൊന്നും ഇന്നത്തെ വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടില്ല എന്നറിയാം. പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ കാണിക്കാൻ. പിന്നെ എന്തായാലും ഞങ്ങൾ കിടന്നുറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. പിറ്റേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് ഞങ്ങളപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവേണ്ട. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു നേരമായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിഞ്ഞിട്ടൊന്നുമില്ല. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വല്ല പ്രതീക്ഷയൊന്നുമില്ല ഇവിടെ എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത്. ഇവിടെയൊക്കെ എല്ലാ ഹോട്ടലിലും ഒരേ മെനു തന്നെയായിരിക്കും. ഇത് കണ്ടില്ലേ, ചായ, കോഫി അതൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ കുറേ കേക്ക് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതുപോലെ ബ്രെഡ് ഐറ്റംസുകൾ, അങ്ങനെ കഴിഞ്ഞ അതേ റെസ്റ്റോറൻറ്റിലുള്ള അതേ മെനു ഒക്കെ തന്നെ. ഫ്രൂട്ട്സുകൾ, പിന്നെ കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ക്രാമ്പിൾഡ് എഗ്ഗ്, ഇതൊക്കെ മസ്റ്റാണ് എല്ലാ റെസ്റ്റോറൻറ്റിലും. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇത് ബ്രെഡ് ഇങ്ങനെ തേനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയത്. എനിക്ക് ഈ മധുരമുള്ളതേ ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ഇതൊക്കെ ഉള്ളൂ. എല്ലാം ഫുൾ മധുരങ്ങളാണ്. മൊത്തത്തിൽ ഒരു മധുരമയോട്. ഇതൊക്കെ കുറേ ഒലീവ്, മുട്ട പുഴുങ്ങിയത്, അങ്ങനെ അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതേ പിള്ളേർ ചോക്കോസിലാണ് പിടിച്ചേക്കണത്. 3 ടൈപ്പ് ചോക്കോസുകൾ ഉണ്ടായിരുന്നു. അതും മധുരം തന്നെയാണല്ലോ. പിന്നെ ഇത് ഓട്സും പിന്നെ അതുപോലെ റവയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറഞ്ഞാൽ. പിന്നെ കുറേ ജ്യൂസ് ഐറ്റംസുകളും കൂൾ ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇനി യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നേരെ ന്യൂജേഴ്സിയിലേക്ക്. ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മണിക്കൂറോളം ഉണ്ടെന്നാണ് തോന്നണത്. പിന്നെ പോകുന്ന വഴിയിൽ എന്തെങ്കിലും കാഴ്ച ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ ഹൈവേ വഴിയാണല്ലോ പോണത്. അതുകൊണ്ട് ഞാൻ പരമാവധി നല്ല നല്ല കാഴ്ചകൾ കാണിക്കാം. പിന്നെ ഉള്ളതൊക്കെ ഇങ്ങനെ ആയാൽ നിങ്ങൾക്കാണെങ്കിലും ബോറാവുമല്ലോ അല്ലേ. അപ്പം നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. നമ്മളങ്ങനെ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി. എന്തായാലും നല്ല റൂമായിരുന്നുണ്ട്. നമുക്ക് അധികം നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ മെയിൻ റോഡിലേക്ക് കടന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില സിറ്റിയും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ എങ്കിലും കൂടുതലും നേരവും ഹൈവേ കൂടിയായിരുന്നു കേട്ടോ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഏകദേശം 10 മണിക്കൂറാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. ഇത് കണ്ടില്ലേ മാപ്പിൽ, 10 മണിക്കൂർ നമുക്കിന്ന് യാത്ര ചെയ്യണം. ഒരുപാട് സ്റ്റേറ്റുകൾ നമുക്കിന്ന് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഉച്ചക്ക് ലഞ്ചൊന്നും കഴിക്കാൻ ടൈം കിട്ടിയില്ല കേട്ടോ. നമ്മൾ ഏതോ ഒരു കടയിൽ കയറി വണ്ടിയിൽ ഇരുന്ന് തന്നെ ചെറിയ രീതിയിൽ ഫ്രൈസും പിന്നെ ഒരു ഷവർമ പോലെയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ ഇതേ യാത്ര മുന്നോട്ട് പോവുകയാണ്.
ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. യാത്ര അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നുമില്ല കാഴ്ചകൾ കാണാനായിട്ട്. ഈ കാണുന്ന ഈ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണേണ്, അല്ലാതെ വേറെ കാഴ്ചയൊന്നും കാണാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേ നമ്മളിപ്പോൾ ഒരു റെസ്റ്റ് ഏരിയയിൽ നിർത്തിയേക്കേണ്ട, ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മളിവിടെ നിർത്തിയത്. കാരണം വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു യാത്രയായിരുന്നു. ഇങ്ങനെ എക്സ്പ്രസ് ഹൈവേ ആണല്ലോ, അപ്പോൾ അതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റ് ഏരിയ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റ് ഏരിയനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, കണ്ടോ. ഇവിടെയാണ് ഈ വെൻഡിങ് മെഷീനും ഒക്കെ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വെൻഡിങ് മെഷീൻസാണ്. ഇത് കണ്ടോ, പല ടൈപ്പ് ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സുകളും അതുപോലെ പാക്ക്ഡ് ഫുഡുകൾ ഒക്കെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടുതൽ ചോക്ലേറ്റ് ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കാം, അങ്ങനെ ഇതൊക്കെ കഴിച്ച് അവിടെ റെസ്റ്റ് എടുക്കാം. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയാണ്. തണുപ്പായതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാനൊന്നുള്ളൊരു ഇതൊന്നുമില്ല കേട്ടോ. കാര്യം പുറത്തൊക്കെ നല്ല രസമായിരുന്നു ഇറങ്ങി നടക്കാനൊക്കെ, പക്ഷെ തണുപ്പാണ്, നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിതേ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ന്യൂ ജേഴ്സിയിലേക്കുള്ളൊരു യാത്ര ഭയങ്കര ബോറിംഗ് ആയിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഒന്നുമില്ല കാഴ്ചകൾ കാണാനായിട്ട്. ഈ ഒരു വഴിയിലൂടെ ഹൈവേ ആയതുകൊണ്ടേ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണില്ല. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വെർജീനിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ, സ്റ്റേറ്റ്. അപ്പോൾ നമ്മളൊരു പോണ വഴിക്ക് ഒരു കേരള റെസ്റ്റോറൻറ്റ് കണ്ട് അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നേക്കണേണ്. കുറേ ഉള്ളിലേക്ക് വന്നിട്ടാണ് കേട്ടോ നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടിയത്. കാരണം ഹൈവേയിലൊന്നും റെസ്റ്റോറൻറ്റേ കാര്യങ്ങളോ ഒന്നുമില്ല, ഉള്ളിലേക്ക് പോകണം എങ്കിലും ഉള്ളൂ കിട്ടുള്ളൂ. കുറേ ഉള്ളിലേക്ക് പോയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗെയ്സ്, ഒരു കേരള റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട് ഫുഡ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഗൂഗിളിൽ കണ്ടു വന്നതാ. എന്തൊക്കെയാണെന്ന് അവിടുത്തെ ഫുഡ് ഐറ്റംസുകൾ. ഇന്ന് ഉച്ചക്കൊന്നും കഴിച്ചില്ല, അപ്പോൾ ലഞ്ചും ഡിന്നറും കൂടി ഒരുമിച്ചാവട്ടെ എന്ന് വിചാരിച്ച്. നമുക്കിനി കയറി നോക്കാട്ടോ എന്താ ഫുഡെന്ന്. നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പമായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പാൽക്കപ്പ ഉണ്ടായിരുന്നു. നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ്. അമേരിക്കയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത്, പാൽക്കപ്പ. പിന്നെ അതുപോലെ ഇതൊരു താറാവ് കറിയാണ് കേട്ടോ. താറാവ് ഇങ്ങനെ എന്താ പറയുക, പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ്. കുട്ടനാടൻ സ്റ്റൈൽ എന്നൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതേ കിഴി ബിരിയാണി കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഫുഡുകൾ വേറൊരു നാട്ടിലൊന്ന് കിട്ടുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു നാട്ടിലെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ചായ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇന്നത്തെ ഡിന്നർ കഴിച്ചു. ലഞ്ച് കഴിച്ചില്ലെങ്കിൽ എന്താണ്, നമുക്ക് അടിപൊളി ഡിന്നർ തന്നെ ഇന്ന് കിട്ടിയല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. കൂടുതലും പാർസലാണ് ഇവിടുന്ന് പോകുന്നുണ്ടായിരുന്നത്, കേരള റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണാണ്ട് ഇതാണ്ടോ കേരള റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കുറേ തപ്പി കുറേ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമായി. നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം രാത്രി ഒരുപാട് ലേറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ഇങ്ങനെ സ്റ്റേറ്റുകൾ ഇങ്ങനെ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും അറിയാൻ പറ്റണേ ഇല്ല. ഈ ഒരു ഒരേപോലത്തെ റോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഒന്നും അറിയാൻ പറ്റണുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരത്തെ ചില സ്റ്റേറ്റുകളൊക്കെ ഇങ്ങനെ സിറ്റിയിലൂടെ നമ്മുടെ ഫിലഡൽഫിയൊക്കെ പോലെയൊക്കെ ഇങ്ങനെ കടന്ന് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാഴ്ചകൾ കാണാനോ ഒന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. പിന്നെ ചെറിയ ഇരുമ്പ് പാലങ്ങളൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉള്ളൂ കേട്ടോ യാത്രയിൽ ഇന്നിപ്പോൾ കാണിക്കാനായിട്ട്. പിന്നെ കുറേ ടോളുകളൊക്കെ കടന്നു പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു യാത്ര ഭയങ്കര ബോറിംഗ് ആയിരുന്നു, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാഴ്ചകളൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ പോണേ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കടലിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഒരു ടണലാണിത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലേ. ഇങ്ങനെ ഈ അമേരിക്കയിൽ ഇതേമാതിരത്തെ ഒരുപാട് ടണലുകളുണ്ട് കേട്ടോ, ഇങ്ങനെ പല സ്റ്റേറ്റുകൾ തമ്മിലിങ്ങനെ കവർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ടണലൊക്കെ കഴിഞ്ഞു. ടണലിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്കൊന്നും മനസ്സിലാവുകയൊന്നുമില്ല, പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ആ ടണലിൽ പോണത്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായിട്ടുണ്ട്.
അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം നമ്മളങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തി. ഏകദേശം 2:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു നീണ്ട യാത്ര, 2 ദിവസത്തെ നീണ്ട യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒർലാൻഡോയിൽ പോയിട്ടുള്ള നമ്മുടെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കാണണേ, കണ്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. പിന്നെ പുതിയൊരു അമേരിക്കൻ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.